നെഹ്റു ട്രോഫി വള്ളംകളി ആ പേരിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്, നിങ്ങൾക്കൊക്കെയും അറിയാമായിരിക്കും. പക്ഷെ എങ്കിലും ഞാൻ ഇന്ന് ഒന്നുകൂടി പറയാം, കാരണം ഈ ദിവസങ്ങളാണോ നമുക്കത് കൂടുതലും പറയാൻ പറ്റുക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയം 1952 അദ്ദേഹം കേരള സന്ദർശനത്തിനായി എത്തുന്നു. ഡിസംബർ 27 ആലപ്പുഴയിലും കൂടെ മകൾ ഇന്ദിരയും ചെറുമക്കളായ സഞ്ജയും രാജീവുമുണ്ട്. സന്ദർശനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആലപ്പുഴയിൽ നെഹ്റുവിനെ മുഖ്യ അതിഥിയാക്കി ഒരു ചുണ്ടൻ വള്ളംകളി സംഘടിപ്പിച്ചു. 8 വള്ളങ്ങളാണ് ഈ മത്സരത്തിനുള്ളത്. വേമ്പനാട്ടുകായലിന്റെ പടിഞ്ഞാറേ അറ്റത്ത് മൺട്രോ വിളക്കിന്റെ പടിഞ്ഞാറ് ഭാഗം മുതൽ തെക്കോട്ടായിരുന്നു ട്രാക്ക്. അങ്ങനെ മത്സരം ആരംഭിച്ചു. നെഹ്റു ബൈനോക്യുലറിലൂടെ വള്ളംകളി ആസ്വദിക്കുകയാണ്. പവലിയന് സമീപം വള്ളങ്ങൾ എത്താറായപ്പോൾ അദ്ദേഹം ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. തുഴക്കാരുടെ താളത്തിനൊത്ത് ചുവട് വെച്ചു. നടുഭാഗം ചുണ്ടന് 1ാം സ്ഥാനം കിട്ടി. ക്യാപ്റ്റൻ മാത്തു ചാക്കോ പ്രധാനമന്ത്രിയിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങി. എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് നീങ്ങി. VIP പവലിയന് മുന്നിലേക്ക് എത്തിയപ്പോൾ തുഴക്കാർ ഉത്സാഹഭരിതരായി അവരുടെ മെയ്വഴക്കങ്ങൾ പ്രദർശിപ്പിച്ചു. ആവേശം പൂണ്ട നെഹ്റു നടുഭാഗം ചുണ്ടനിലേക്ക് ചാടിക്കേറി. സന്ദർശന ശേഷം മടങ്ങുമ്പോൾ എന്താണ് ചെയ്തു തരേണ്ടത് എന്നായിരുന്നു നെഹ്റു സംഘാടകരോട് ചോദിച്ചത്. അന്നത്തെ ആഭ്യന്തരമന്ത്രി TM വർഗീസ് ആണ്. അദ്ദേഹം KM കോരയും ഒക്കെ പറഞ്ഞു എല്ലാ വർഷവും വള്ളംകളി നടത്താൻ കഴിയണമെന്ന്. പിന്നീട് ഡൽഹിയിലെത്തിയ ശേഷം സ്വന്തം കയ്യൊപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിന്റെ മാതൃക നെഹ്റു അയച്ചു നൽകി. ഈ മാതൃകയാണ് വിജയികൾക്ക് ഇന്നും നൽകുന്ന നെഹ്റു ട്രോഫി. ആ ചരിത്രത്തിൽ നിന്നുകൊണ്ട് വള്ളംകളി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന നാടിന് ഇന്നത് ഉത്സവമാണ്. കേരളത്തിന് അഭിമാന ജലോത്സവമാണ്. ഈ അവസരത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ തന്നെ ഓർത്തെടുത്ത് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഹലോ മലയാളം ആരംഭിക്കാം അല്ലേ. നമ്മൾ ജീവിക്കുന്നത് സൗന്ദര്യവും ആകർഷണീയതയും സാഹസികതയും ഒക്കെയും നിറഞ്ഞ അത്ഭുത ലോകത്താണ്. തുറന്ന മനസ്സോടെ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന സാഹസികതകൾക്ക് അവസാനവുമില്ല. ഓരോ ആഘോഷങ്ങളും നമുക്ക് നൽകുന്നത് ആവേശവും അത്ഭുതവും ഒക്കെയാണ് അല്ലേ. നെഹ്റുവിൻ്റെ വാക്കുകൾ പോലെ നമുക്ക് കണ്ണു തുറന്ന് കാണാം. സാഹസികതകൾക്ക് അവസാനവുമില്ല.